ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട അനുനയ ചർച്ചകളുടെ ഭാഗമായാണ് CBCI പ്രസിഡന്റ് കൂടിയ മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തിയത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, വിഷയത്തിലെ പ്രതികരണം എന്താണ്? രാവിലെ 9 മണിയോടെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും പത്മജ വേണുഗോപാലും BJP ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെ ബിഷപ്പ് ഹൗസിലേക്ക് എത്തിയത്. മാർ ആൻഡ്രൂസ് താഴത്തും അതുപോലെ തന്നെ സഹായ മെത്രാൻ ടോണി നീലങ്കാവിലുമായിട്ടാണ് കൂടിക്കാഴ്ച ഉണ്ടായിരുന്നത്. ഏകദേശം 3/4 മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും, അതായത് ആൻഡ്രൂസ് താഴത്തും അതുപോലെ തന്നെ ചന്ദ്രശേഖർ ഉൾപ്പെടെ മാധ്യമങ്ങളെ കണ്ടു. ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞത് തങ്ങളുടെ വേദനയും അമർഷവുമെല്ലാം രാജീവ് ചന്ദ്രശേഖറുമായി അറിയിച്ചിട്ടുണ്ട്. മതസ്വാതന്ത്ര്യത്തിനെതിരാണെന്ന ഒരു കാര്യം അറിയിച്ചു. അതായത് കന്യാസ്ത്രീമാരുടെ, ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് മത സ്വാതന്ത്ര്യത്തിനെതിരാണെന്നുള്ള ഒരു കാര്യം കൂടി അറിയിച്ചു. എത്രയും വേഗം കന്യാസ്ത്രീകളെ മോചിപ്പിക്കണമെന്നാണ് സഭയുടെ ആവശ്യം, തങ്ങളുടെ ആവശ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ രാജീവ് ചന്ദ്രശേഖറുമായി അറിയിച്ചു കൂടിക്കാഴ്ചയ്ക്കിടെ. മാത്രമല്ല, ഇതൊരു പുതിയ സംഭവമല്ല. നേരത്തെയും ഇത്തരത്തിൽ കന്യാസ്ത്രീകൾക്ക് വൈദികർക്കൊക്കെ നേരെ ഇതര സംസ്ഥാനങ്ങളിൽ, അതായത് കേരളത്തിന് പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. അതിന്റെ വേദന ഉൾപ്പെടെ ഈ രാജീവ് ചന്ദ്രശേഖരെ അറിയിച്ചു എന്നാണ് ആൻഡ്രൂസ് താഴത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നേരെ മറിച്ച് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുമെന്നുള്ള ഉറപ്പ് അവിടെ നിന്നും നൽകിയിട്ടുണ്ട്. അതായത് ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാർ ജാമ്യത്തെ എതിർക്കില്ല, കന്യാസ്ത്രീകളുടെ ജാമ്യത്തെ എതിർക്കില്ല. ഇന്ന് കേസ് അവിടുത്തെ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഈ ജാമ്യത്തെ എതിർക്കില്ല എന്നുള്ള ഉറപ്പ് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ അമിത്ഷായും ഉൾപ്പെടെ രാജീവ് ചന്ദ്രശേഖർ നൽകിയിട്ടുണ്ട്. ഈ ഉറപ്പ് കൈമാറാൻ, ഈ ഉറപ്പ് ആൻഡ്രൂസ് താഴത്തുമായി പങ്കുവെക്കാൻ വേണ്ടിയാണ് താൻ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ചയ്ക്കായിട്ട് തൃശൂർ ആർച്ച് ബിഷപ്പ് ഹൗസിലേക്ക് എത്തിയത് എന്നുള്ള ഒരു കാര്യമാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ഈ വിഷയത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. അവർ ജയിലിന്റെ മുന്നിൽ പോയി നിന്ന് രാഷ്ട്രീയ നാടകം കളിക്കുകയാണ്. അത്തരത്തിൽ അവർക്ക് കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വേദന ഉണ്ടെങ്കിൽ ജയിലിന് മുന്നിൽ പോയി നിന്ന് അല്ല രാഷ്ട്രീയം കളിക്കേണ്ടത്, മറിച്ച് നിയമ സഹായം ഉൾപ്പെടെ നൽകി കന്യാസ്ത്രീമാരുടെ മോചനത്തിനായാണ് മറ്റ് പാർട്ടികൾ ശ്രമിക്കേണ്ടത്. അതിന് പകരം ഇതൊരു രാഷ്ട്രീയ നാടകമാക്കി മാറ്റുകയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു. മാത്രമല്ല, ഇത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത്, തെറ്റിദ്ധാരണ പുറത്താണ് ഇത്തരത്തിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചിരുന്നു. അത് ഒന്നുകൂടി ഉറപ്പിച്ച രീതിയിലാണ് ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കാരണം അവിടെ ഒരു പോർട്ടലുണ്ട്. ഈ പോർട്ടലിൽ ഒരു ജോലിക്കായി ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ പോർട്ടലിൽ കൃത്യമായി രജിസ്റ്റർ ചെയ്യണം. അത്തരത്തിലൊരു രജിസ്ട്രേഷൻ നടന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവിടുത്തെ പോലീസ് എത്തിയത്. മാത്രമല്ല, ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള വലിയ ഒരു സംസ്ഥാനം ആണ് ഈ ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പോലീസ് ഇങ്ങനെ ഒരു അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. എന്തായാലും അവരെ എത്രയും പെട്ടെന്ന് തന്നെ ജാമ്യത്തിൽ എത്തിക്കുക എന്നുള്ള ഒരു കാര്യം, അവരെ പുറത്ത് ഇറക്കുക എന്നുള്ള ഒരു കാര്യത്തിനാണ് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ പരിഗണന നൽകുന്നത്. അത് തന്നെയാണ് തന്നോട് പ്രധാനമന്ത്രി ഉൾപ്പെടെ പറഞ്ഞത്. ആ വിവരം പങ്കുവയ്ക്കാൻ കൂടി വേണ്ടിയാണ് ഇത്തരത്തിൽ ഇന്ന് ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള ഒരു പ്രധാന ലക്ഷ്യം എന്നുള്ള കാര്യം പറഞ്ഞു. മാത്രമല്ല, ഇതൊരു ഏത് മതത്തിൽപ്പെട്ട ആളുകളായാലും ആര് സഹായം അഭ്യർത്ഥിച്ചാലും BJP എന്നുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ തങ്ങൾ സഹായിക്കും. അല്ലാതെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമല്ല, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല, അല്ലെങ്കിൽ പ്രതിഷേധത്തെ ഭയന്നല്ല, രാഷ്ട്രീയ സമവായ ചർച്ചകളുടെ ഭാഗമായല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ച നീക്കമായിട്ടല്ല പ്രധാനമന്ത്രിയും അമിത്ഷായും ഉൾപ്പെടെ തന്നോടൊരു വിവരം പറഞ്ഞു. അതായത് ഇവരെ ജാമ്യത്തിൽ ഇറക്കാനുള്ള എല്ലാ സഹായവും ചെയ്യും. അവിടുത്തെ സംസ്ഥാന സർക്കാർ ജാമ്യത്തെ എതിർത്ത് കോടതിയിൽ പോകില്ല. ഈ വിവരങ്ങൾ പങ്കുവെക്കാൻ മാത്രമായിട്ടാണ് താൻ അവിടേക്ക് വന്നത് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് മാധ്യമങ്ങളോട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. എന്നാലും കൂടിക്കാഴ്ച ഇപ്പോൾ പൂർത്തിയായി. അവിടെ നിന്ന് എല്ലാവരും പുറപ്പെട്ടു കഴിഞ്ഞ് മറ്റു പരിപാടികളിലേക്കായി. എന്തായാലും വലിയ ആശങ്കയുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ആൻഡ്രൂസ് താഴത്ത് ബിഷപ്പ് പറഞ്ഞത്. ഇതൊരു പുതിയ സംഭവമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നേരത്തെയും പല തവണകളായി കന്യാസ്ത്രീകൾക്കെതിരെയും അതുപോലെ തന്നെ വൈദികർക്കെതിരെയും ഒക്കെ വലിയ ആക്രമണങ്ങളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്. ഇതിനൊരു അറുതി വരുത്തേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണെന്നാണ് താഴത്ത് ഉൾപ്പെടെയുള്ള ടോണി നീലങ്കാവിൽ ഉൾപ്പെടെ രാജീവ് ചന്ദ്രശേഖരെ ഈ കൂടിക്കാഴ്ചയ്ക്കിടെ അറിയിച്ചത്. ശരി, വ്യക്തമാണ് അനീഷ്.